അഡ്വക്കേറ്റ് ഷിബു മീരാൻ അങ്ങേക്ക് മറുപടി നൽകാം. ഈ അദാനിയുമായി ബന്ധപ്പെട്ടൊക്കെ അദാനി മോദി ബന്ധം എന്നുള്ളൊക്കെ കള്ളമായ കെട്ടുകഥകളാണ് LIC ലാഭത്തിലാക്കിയ കഥയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നില്ല? ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് കോടതിയിലേക്ക് കേസ് പോയപ്പോഴാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് നിങ്ങൾ കടക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഒന്നാമത്തത് CCTV ഫൂട്ടേജ് കിട്ടാൻ നിയമമില്ല, പച്ചക്കള്ളമാണ്. ഈ രാജ്യത്ത് നിയമമുണ്ടായിരുന്നു. 2024 ഒക്ടോബർ മാസമാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതേ തുടർന്നാണ് ഈ വലിയ അട്ടിമറി നടന്ന ഹരിയാനയിലെ CCTV ഫൂട്ടേജുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ കോടതിയെ സമീപിച്ചത്. ഡിസംബറിൽ റൂൾ നമ്പർ 93 ഇലക്ഷൻ റൂൾസ് 1961 ഗവൺമെന്റ് അമെൻഡ് ചെയ്തിട്ട് ഇതിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം കോടതി എങ്ങാനും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ബ്രസീലിയൻ മോഡലിന്റെ ഒക്കെ പേരിൽ ഈ സർപഞ്ചുമാര്, UP യിൽ നിന്ന് വന്ന സർപഞ്ചുമാര് കള്ളവോട്ട് ചെയ്യാൻ കയറുന്നത് നാട്ടുകാർ കണ്ട് കയ്യോടെ പിടിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഈ ഗവൺമെന്റ് തന്നെയാണ് ആ നിയമങ്ങൾ അമെൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ഇലക്ഷനിൽ വർക്ക് ചെയ്യാൻ വന്നതാണ് UP നിന്ന് അങ്ങോട്ട് ഹരിയാനയിലേക്ക്. ആയിക്കോട്ടെ, വന്നപ്പോൾ നിങ്ങൾ പേരും ചേർത്തു. എൻ്റെ ഒരു ഒറ്റ ചോദ്യം, UP യിൽ ഇയാളുടെ തന്തയുടെ പേര് പ്രീതം സിംഗ് എന്നായിരുന്നു. ഈ ഹരിയാനയിലേക്ക് വരുമ്പോൾ അത് ബാലകൃഷ്ണൻ എന്നാകുന്നത് എങ്ങനെയാണ്? വോട്ട് മാറ്റി ചേർത്തോട്ട് എന്തിനാണ് സംസ്ഥാനം മാറുമ്പോൾ UP യിലെ BJP സർപഞ്ചുമാർ അവരുടെ പിതാവിന്റെ പേര് മാറ്റി എഴുതുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. വിദേശത്ത് പോയി പ്രസംഗിക്കുന്ന കാര്യം തെറ്റിപ്പോകും സ്മൃതി. ഇവർ പല സ്ഥലത്ത് പല പേര് പറയുന്നത് നമ്മളിത് മെമ്മറി എന്ന് പറയില്ല, ഈ ഡാറ്റ ഓർത്ത് വെക്കാൻ പറ്റണ്ടേ. ഇനി വിദേശത്ത് പോയി പ്രസംഗിച്ച കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപ് ഭാരത് കോയി ദേശ് ഇന്ത്യ അതൊരു രാജ്യമാണോ? പോയി ചോദിച്ചത് ഈ മനുഷ്യനാണ്. ചൈനയിൽ പോയി ഷാൻഹായിൽ ലോകത്തെമ്പാടുമുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലാണ് ജനിച്ചത് എന്ന് പറയാൻ നാണമുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. വിദേശത്ത് പോയി പ്രസ്താവന നടത്തുന്നത് രാജ്യദ്രോഹത്തിന്റെ അടയാളമാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് ആ പദവി നന്നായി ചേരുക. പിന്നെ ആന്റി നാഷണൽ, അർബൻ നക്സൽ, ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ ഡിക്ഷണറിയിൽ കുറേ നാളുകളായിട്ടുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യന് ആ പേര് ചാർത്തി കൊടുക്കാൻ കോടികളുടെ PR വർക്ക് നടത്തിയിട്ടുണ്ട്. അയാൾ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് രാഹുൽ ഗാന്ധി കയറി വന്നപ്പോൾ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് ആനയിക്കേണ്ടി വന്നു. ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ആ സഭയിൽ പ്രതിപക്ഷ നേതാവാനുള്ള യോഗം നരേന്ദ്രമോദിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഈ രാജ്യം ചക്രവർത്തിമാരുടേതല്ല എന്ന് മനസ്സിലാക്കി ഈ ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ ഭാഷ നിങ്ങൾ ഒഴിവാക്കൂ. പിന്നെ ആവർത്തിച്ച് കോടതിയിൽ പോവാത്തത് എന്താണ്? എത്ര വട്ടം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ ഹരിയാനയിൽ തന്നെ ഇപ്പൊ തന്നെ 8ഓളം കേസുകൾ പെൻഡിംഗ് ആണ്. പക്ഷെ ഒരു ജനാധിപത്യത്തിലെ ആത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതികളല്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് രാജ്യത്തെ ജനങ്ങളോട് അത് തുറന്നു പറയുന്നു. മറുപടി പറയേണ്ടുന്ന ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാ ഉത്തരവാദിത്വം? നിങ്ങൾ കുറെ തീയതികളും ഡാറ്റകളും പറഞ്ഞതുകൊണ്ടായില്ല. ഞാനൊരു രാജ്യസ്നേഹിയാണ്. എൻ്റെ രാജ്യത്തെ എനിക്ക് വല്ലാതെ സ്നേഹമുള്ള ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയാണ് ഞങ്ങൾ ആരുടെയും ചെരുപ്പ് നക്കാൻ പോയവരല്ല. എൻ്റെ രാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയിൽ ബ്രസീലിലുള്ള ഇന്ത്യയിൽ ഒരു വട്ടം പോലും വന്നിട്ടില്ലാത്ത ഒരു യുവതിയുടെ പേരെങ്ങനെ വന്നു? UP യിൽ താമസിക്കുന്ന മനുഷ്യന്റെ പേര് എങ്ങനെ ഹരിയാനയിൽ വന്നു? ഒരു വീട്ടിൽ എങ്ങനെ 500 വോട്ട് വരുന്നു? ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന കപട രാജ്യസ്നേഹികളെക്കാൾ, അധികാരത്തിന് വേണ്ടി ഈ രാജ്യത്ത് ഒറ്റുകൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരെക്കാൾ ഈ രാജ്യത്തിന്റെ ഓരോ ഇഞ്ച് ഭൂമിയെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും അതിന്റെ ഭരണഘടനയും ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി, ഞങ്ങളെ പോലെയുള്ളവർ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന മറുപടി പറയേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. Debate with Smriti Parathikkad.